നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് അവസാനം കുറിച്ച് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ചീഫ് അക്കൌണ്ടന്റായി വിരമിക്കുന്ന PS സുധയ്ക്ക് യാത്രയയപ്പ് നൽകി. കൊടകര പാറക്കാട്ടുക്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് അവസാനം കുറിച്ച് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. നിറയെ സ്നേഹബന്ധങ്ങളും കൂടെ ഒരുപാട് രുചിക്കൂട്ടുകളുമായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. 29 ദിനം നീണ്ട വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മീയ വിശുദ്ധിയുടെ പൂർത്തീകരണമായാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ് എന്ന അറബിക് പദത്തിന് ആഘോഷമെന്നും ഫിത്ർ എന്ന പദത്തിന് നോമ്പു തുറക്കലെന്നുമാണ് അർത്ഥം. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ 30 ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മശുദ്ധിയോടെയും ഊർജ്ജത്തോടെയും ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്നു. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം കൂടിയാണിത്. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ ഞായറാഴ്ച നടത്തിയ ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ഭരണസമിതി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അംഗനവാടി, സർക്കാർ സ്ഥാപനം, സ്വകാര്യ സ്ഥാപനം, വ്യാപാര സ്ഥാപനം, സമ്പൂർണ്ണ ശുചിത്വ വിദ്യാലയം, മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം എന്നിവർക്കുള്ള അവാർഡ് ദാനവും ആദരവും നൽകി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ MA കൊടകര പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർമാർ, അംഗനവാടി ടീച്ചേഴ്സ്, ഹെൽപ്പേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുജനങ്ങൾ, വ്യാപാര സംഘടനകൾ തുടങ്ങിയവർ പ്രഖ്യാപനത്തിൽ പങ്കുചേർന്നു. കൊടകര മാലിന്യ പരിപാലനത്തിന്റെ പ്രവർത്തന വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് രഞ്ജിനി KB നന്ദിയും അറിയിച്ചു. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ചീഫ് അക്കൌണ്ടന്റായി വിരമിക്കുന്ന PS സുധയ്ക്ക് യാത്രയയപ്പ് നൽകി. കൊടകര ഗരുഡ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മാനേജർ PK ആനി വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തി. ബാങ്ക് MD ബിജു VD, ഡയറക്ടർമാരായ MK ജോർജ്, റോസ്ലി പാപ്പച്ചൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് AC വേലായുധൻ എന്നിവർ സംസാരിച്ചു. 2010 ബ്രാഞ്ച് മാനേജറായി, 2015 ഇന്റേണൽ ഓഡിറ്ററായി, തുടർന്ന് 2018 ചീഫ് അക്കൌണ്ടന്റുമായി സേവനം അനുഷ്ഠിച്ച് ഇന്ന് ഇവിടെ വിരമിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ബാങ്കിന്റെ പുരോഗതി മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് പിന്നണിയിൽ വെള്ളിക്കുളങ്ങര റീഫായി മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്നും മാനവ സൌഹൃദ സംഗമവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഷാൻറ്റോ കൈത്താരത്ത് ഉദ്ഘാടനം ചെയ്തു. SYS തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സഹദി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സിയാദ് ബഗവി, മഹല്ല് സെക്രട്ടറി ഷബീർ അലി, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ്, കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ, ജോയ് കൈത്താരത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ നിജിൽ, സുരാജ് കുണ്ടനി, ഉമേഷ് പട്ടാളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുണ്ടായിരുന്നു. അതുപോലെ ജനപ്രതിനിധികൾ, പ്രസാദേട്ടൻ പോലുള്ള മാധ്യമപ്രവർത്തകർ, നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഗമം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, ഉത്തരേന്ത്യയിലെ ഹോളി കഴിഞ്ഞ്
നിസ്സാര ദിവസങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ഇവിടെ ആറ്റുകാല് പൊങ്കാല നടന്നത്. അപ്പോൾ ഹോളി നടക്കുമ്പോൾ യുപിയിലെ സമയം എനിക്ക് തോന്നുന്നത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുറെ കാര്യങ്ങൾ പറയുക എന്നത് അപ്രസക്തമാണ്. ഇവിടെ ഒരുപക്ഷെ മൗനമാണ് വാചാലം എന്ന് സാധാരണ പറയാറുണ്ട്. ഇവിടെ മൗനിയായിരിക്കുക എന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായ ഒരു മുഹൂർത്തം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്രമേൽ സാഹോദര്യവും. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഒറ്റഘട്ടമായി നടത്തിയ ആറാട്ടുപുഴ പൂരം പ്രശ്നോത്തരിയിൽ ഊരകം ചേന്നനാത്ത് വീട്ടിൽ രാജേഷ് മകൻ ശ്രീഹരി മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനത്തിന് അർഹനായി. ഞെരുവശ്ശേരി പാലാഴി വീട്ടിൽ കൃഷ്ണകുമാർ മേനോൻ മകൻ ഹൃദ്വിക് കെ മേനോൻ 2ാം സ്ഥാനവും പെരുമനം മാടശ്ശേരി വീട്ടിൽ ആശ മകൾ വേദിക വിജയകുമാർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച പ്രകടനം കാഴ്ചവെച്ച 1, 2, 3 സ്ഥാനക്കാർക്ക് പ്രശസ്തി പത്രവും ഉപഹാരവും ക്യാഷ് അവാർഡും കൊടിയേറ്റ് ദിവസമായ ഏപ്രിൽ 3 വൈകുന്നേരം ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സമ്മാനിക്കും. ഇന്റർനാഷണൽ ക്വിസർ ആൻഡ് ക്വിസ് മാസ്റ്റർ AR രഞ്ജിത്താണ് പ്രശ്നോത്തരി നയിച്ചത്. 1442 വർഷത്തെ പഴമയുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ആഘോഷങ്ങളും ചരിത്രവും ക്ഷേത്ര വിവരണങ്ങളും ഉൾക്കൊള്ളുന്ന വിശദ വിവരങ്ങൾ വളർന്നുവരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ആറാട്ടുപുഴ പൂരം പ്രശ്നോത്തരിയിലൂടെ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. തന്ത്രി മുഖ്യനും ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ മാർഗദർശിയുമായിരുന്ന പരേതനായ KPC നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ സ്മരണാർത്ഥം ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പൂരം പ്രശ്നോത്തരി. അപ്പം രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസാണ് ഇത്തവണയുള്ളത്. അപ്പോൾ ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒപ്പം ഹിന്ദു മിത്തോളജിയും അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഇന്നുണ്ടാകും. അപ്പൊ രസകരങ്ങളായിട്ടുള്ള ചില കഥകൾ, ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, അവയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. കൊടകര പാറേക്കാട്ടുക്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. ബ്രദർ ആഷർ കൂനൻ, ബ്രദർ സിൻഡോ, മദർ സിസ്റ്റർ റാണി ഗ്രേസ് എന്നിവർ സംസാരിച്ചു. ജെയ്സൺ കാവുങ്ങൽ, ഡിക്ടോ ജോസ്, ജോബിൻസ് ജോസ്, സിമി ജോബ്, ഷിജി ജോസ്, അനു റോയ് എന്നിവർ നേതൃത്വം നൽകി. പടവരാട് ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമുദായ ശാക്തീകരണ സെമിനാറും നടത്തി. ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച സമുദായ ശാക്തീകരണ സെമിനാറിന് ഇടവക കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി കണ്ടനാടൻ സ്വാഗതം ആശംസിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും മയക്കുമരുന്നുകൾ യുവതലമുറയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ട്രഷറർ റോണി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട്, കൈക്കാരൻ ജോഷി പൊട്ടയ്ക്കൽ, സിസ്റ്റർ ഫ്രാൻസിസ് മരിയ FCC എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി ടോണി എടത്തിരുത്തിക്കാരൻ നന്ദി അറിയിച്ചു. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ സംഘം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചിറ്റിശ്ശേരി സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ വിനു ഓടിച്ച ഓട്ടോയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. വിനുവിന്റെ ഭാര്യ രേഷ്മ, ഇവരുടെ 4 മക്കൾ, ഭാര്യമാതാവ് അജിത എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. തലയ്ക്ക് പരിക്കേറ്റ രേഷ്മയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിസ്സാര പരിക്കേറ്റ മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഊരകത്ത് നിന്ന് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓടൻചിറ ഷട്ടർ താഴ്ത്തിയത് മൂലം പുഴയിൽ വെള്ളമുയർന്ന നിലയിലായിരുന്നു. അപകടത്തിൽ മുങ്ങിപ്പോയ ഓട്ടോയിലെ യാത്രക്കാരെ നാട്ടുകാരാണ് രക്ഷിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ ക്രെയിൻ എത്തിച്ചാണ് ഓട്ടോ ഉയർത്തിയത്. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,425 രൂപ, പവന് 67,400 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് അവസാനം കുറിച്ച് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ചീഫ് അക്കൌണ്ടന്റായി വിരമിക്കുന്ന PS സുധയ്ക്ക് യാത്രയയപ്പ് നൽകി. കൊടകര പാറക്കാട്ടുക്കര സെന്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.